ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊറോട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയേഴ്സൊക്കെ ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ടയാണിത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുഴക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് കുഴക്കാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ നടുക്കത ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊറോട്ടയിൽ എന്തായാലും പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ മൈദയുടെ പൊറോട്ടയുടെ പോലെയല്ല കേട്ടോ, ഗോതമ്പ് പൊടി ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ മൈദയിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ നമുക്ക് പൊറോട്ടയുടെ മാവ്, എന്നാലേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല കുഴച്ചെടുത്താൽ പൊറോട്ട സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. പിന്നെ മൈദയുടെ പൊറോട്ട വീശുന്നത് പോലെ ഈ പൊറോട്ട വീശാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് വീശിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. മൈദയാകുമ്പോൾ അങ്ങ് നീണ്ടു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ, ആ ഒരു ടെക്സ്ചറിലാവുന്ന നമുക്ക് പൊറോട്ടയ്ക്ക് കുഴച്ചെടുത്താൽ കിട്ടുക. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ എറിയാം. അപ്പോൾ നമ്മൾ മാവാക്കിയതിന് ശേഷം, മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് തന്നെ എറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ ഇതുപോലെ ഒരു 5 മിനിറ്റ് എറിയുക. എത്രയും പ്രാവശ്യം എറിയാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വരും മാവ്. അതുപോലെ തന്നെ പൊറോട്ടയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊക്കെ കുറച്ച് ഒട്ടി പിടിക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ മാവ് ഉണ്ടാവുക. അത്രയും ലൂസ് വേണം മാവ്. പിന്നെ ഇതുപോലെ വലിച്ചു നോക്കിയാൽ ഇതാ ഇങ്ങനെ വലിയുന്ന ആ ഒരു ടെക്സ്ചറിലായി കിട്ടണം. അപ്പോഴേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് കുഴച്ചെടുത്താലേ ഗോതമ്പ് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണി മാറ്റിയതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയെടുക്കാം. പിന്നെ നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും അതുപോലെ ഡാൽഡയും പാം ഓയിലും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പൊറോട്ടയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിൽ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ചപ്പാത്തിക്കൊന്നും നമ്മൾ ഉരുള ഉണ്ടാക്കുന്നത് പോലെയല്ല കേട്ടോ, നമ്മൾ പൊറോട്ടയ്ക്ക് ഇതുപോലെയാണ്, ഈ ഒരു രീതിയിലാണ് ബോൾ പിടിക്കേണ്ടത്. ഓരോ ബോളിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് ഞാനിതുപോലുള്ള 7 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുക്കുക, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം.
ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ ബോളും എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് കൈയ്യുന്നിടത്തോളം വലിപ്പത്തിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഈ പൊറോട്ട എങ്ങനെ വീശേണ്ട ആവശ്യമൊന്നുമില്ല, വീശാതെ തന്നെ നന്നായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 പൊറോട്ട ഒന്ന് ഇതുപോലെ വീശി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മൈദയുടെ മാവിൻ്റെ പോലെ ഇതങ്ങനെ നീളം വെച്ച് വരില്ല കേട്ടോ, ഇത് മുറിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് റോളർ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ് കേട്ടോ, ഓയിലും നെയ്യും അതുപോലെ ഡാൽഡയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇനി പൊറോട്ട ഒന്ന് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മൈദയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ലെയറായി കിട്ടാൻ ഇനി വേറൊരു രീതിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ തന്നെ. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് രണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോ ബോളിൽ നിന്നും 2 പൊറോട്ട വീതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുരുട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. റോളാക്കി എടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതും കൂടി നമുക്ക് അതുപോലെ തന്നെ ചുറ്റിയെടുക്കാം. ഇനി പൊറോട്ട ലെയറായി കിട്ടാൻ വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ പരത്തിയെടുത്ത ശേഷം പിന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താലും പൊറോട്ട നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ ബോളും നമ്മൾ പരത്തി ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ കുറേശ്ശെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിലൊന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു 15 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു തുണി തന്നെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി 15 മിനിറ്റിന് ശേഷം നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഓരോ റോളും എടുത്തിട്ട് നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പരന്ന് കിട്ടും. റോളർ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊറോട്ട ചുടാൻ വേണ്ട കല്ല് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള 2 പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പൊറോട്ട വീതമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ച് 2 പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് മറിച്ചിടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്ത് ഈ ഭാഗം കൂടി ഒന്ന് റെഡിയായാൽ മതി. ഇപ്പോൾ പൊറോട്ടയുടെ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂട് പോവാതെ ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. പൊറോട്ട ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഹാർഡായി പോകും. അപ്പോൾ ഞാൻ പൊറോട്ട എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയേഴ്സൊക്കെ ആയിട്ടുള്ള പൊറോട്ടയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.